മോർച്ചറിക്കുള്ളിൽ അനധികൃതമായി പ്രവേശിച്ച് മുൻ എം.എൽ.എ. എം യൂസഫ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ യൂസഫ് അതിക്രമിച്ച് കയറുകയായിരുന്നു. മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിലാണ് മുൻ എം.എൽ.എ. അകത്ത് കിടന്നത്. മറ്റൊരു മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം.എൽ.എ. മോർച്ചറിയിൽ ബഹളമുണ്ടാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഏത് സാഹചര്യത്തിലാണ് മുൻ എം.എൽ.എയുടെ ഇത്തരത്തിലുള്ള ഒരു നടപടി? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഇന്ന് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയ മുൻ എം.എൽ.എ. എം യൂസഫ് ഒരു മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മോർച്ചറിക്ക് മുന്നിൽ ബഹളമുണ്ടാക്കിയത്. ഇദ്ദേഹം മോർച്ചറിക്കുള്ളിൽ പ്രവേശിക്കുകയും പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടയിൽ തന്നെ മോർച്ചറിക്കുള്ളിൽ പ്രവേശിക്കുകയും പിന്നീട് ബഹളമുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു. ആലുവയിൽ നിന്നെത്തിയ ഒരു മൃതദേഹം ഇത് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ മുൻ എം.എൽ.എ. ഉയർത്തിയത്. ഇദ്ദേഹം പിന്നീട് ഈ മൃതദേഹത്തിനോടൊപ്പം എത്തിയ ഇവരുടെ ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടാണ് ഇതിനുള്ളിൽ പ്രവേശിക്കുകയും മോർച്ചറിയിൽ ആ സമയത്ത് മറ്റൊരു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ പോസ്റ്റ്മോർട്ടം മോർച്ചറിയുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചുകൊണ്ട് എവിടെയാണ് പോലീസ് സർജനോട് സംസാരിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇയാൾ ഉന്നയിച്ചത്. ഇതിനുശേഷം അസിസ്റ്റന്റ് പോലീസ് സർജനാണ് ഇന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. അദ്ദേഹം ഇറങ്ങി വരികയും പിന്നീട് പുറത്തേക്ക് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ആ സമയത്താണ് താൻ മുൻ എം.എൽ.എ. ആണെന്നും തൻ്റെ ഒപ്പം എത്തിയിട്ടുള്ള ആളുകളുടെ മൃതദേഹം അത് ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഇയാൾ ഉന്നയിച്ചത്. പിന്നീട് ഈ ചുമതല ഉണ്ടായിരുന്ന ഡോക്ടർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ഈ മുൻ എം.എൽ.എയും പുറത്താക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധമാണ് ആ സമയത്ത് ഉയർന്നത്. എം.എൽ.എ. ഒരു മുൻ ജനപ്രതിനിധിയാണ്, മുൻ എം.എൽ.എ. ആണ്, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു അവധാനതയോടെ ഇടപെടേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപെടൽ ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമുണ്ടായ സാഹചര്യത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ മുൻ എം.എൽ.എ. യൂസഫ് തയ്യാറായിട്ടുണ്ടോ? KP, നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ 2 തവണ ഫോണിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചിരുന്നു. 2 തവണയും വിളിച്ചെഴുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പരിപാടിയിലാണ്, സ്വകാര്യ പരിപാടിയിലാണ്, അതുകൊണ്ട് അല്പം കഴിഞ്ഞ് വിളിക്കൂ, പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇതുവരെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ പ്രതികരണം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയമുണ്ടായതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഇത് നിലവിലിപ്പോൾ ഈ സൂപ്രണ്ടിനോടാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായതായിട്ട്, അതായത് മുൻ എം.എൽ.എ. ഇവിടെ വരികയും ബഹളമുണ്ടായതായിട്ടും അറിഞ്ഞിരുന്നു. എന്നാൽ വലിയൊരു പ്രശ്നമുണ്ടായതായിട്ട് തനിക്കറിവില്ല. പിന്നീട് ഇടപെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോയതായിട്ടാണ് താൻ മനസ്സിലാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഏതായാലും ഒരു മൃതദേഹത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ മുൻ എം.എൽ.എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏത് തരത്തിലായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിനോട് അദ്ദേഹം ഞാൻ മുൻ എം.എൽ.എ. ആണ്, ഒരു ജനപ്രതിനിധിയാണ്, ഞാൻ പറയുന്നത് കേൾക്കണമെന്നുള്ള ധാർഷ്ട്യത്തിന് ഏതായാലും അവിടുത്തെ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ടവർ അനുവദിച്ചു കൊടുത്തിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും KP, ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഏകദേശം 5ഓളം മൃതദേഹങ്ങളാണ് ഈ സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കാത്തിരിക്കുന്നത്. ഇവർ വരുന്ന സമയത്ത് തന്നെ ഒരു മൃതദേഹം ഉള്ളിൽ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. കൂടാതെ തന്നെ 4 മൃതദേഹത്തോളമാണ് പുറത്ത് കാത്തിരിക്കുന്നതായിട്ടുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് എം.എൽ.എ. വരികയും തൻ്റെ ഒപ്പമുള്ള ആളുകളുടെ മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും മെഡിക്കൽ കോളേജിലെ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഒരു നടപടി ഉണ്ടായത്. ഏതായാലും ഈ മുൻഗണനാക്രമം അനുസരിച്ച് മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ അവർ കർശനമായിട്ട് നിലപാടെടുക്കുകയായിരുന്നു. ഏതായാലും ഈ മെഡിക്കൽ കോളേജിൽ സാധാരണഗതിയിൽ തന്നെ പോസ്റ്റ്മോർട്ടങ്ങൾ പുരോഗമിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അതിനിടയിലാണ് മുൻ എം.എൽ.എ. തൻ്റെ അധികാര ഗർവ് ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നു. അത് പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിൽ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ്. മൃതദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ളൊരു കുറ്റകൃത്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ ഇടപെട്ടതിനെ തുടർന്ന് മാത്രമാണ് ഇയാളെ പുറത്തേക്ക് ആക്കാനായിട്ട് കഴിഞ്ഞത്. ആ സമയത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ഈ മറ്റു മൃതദേഹങ്ങളോടൊപ്പം പോസ്റ്റ്മോർട്ടത്തിനെത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരോടടക്കം ഏതായാലും ഈ
അസിസ്റ്റന്റ് പോലീസ് സർജൻ അദ്ദേഹമായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അദ്ദേഹം വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരോടും ഏതായാലും വിശദീകരണം തേടിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഏതായാലും സംസാരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടങ്ങൾ നടപടികൾ ഇതൊക്കെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടി വിശദീകരണം അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. KP.